ഋതിക മോളുടെ പേര് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിക്ക് നാണം വന്നെന്നാ തോന്നുന്നത്. ഒന്ന് ചുമ്മാ ഇരി അമ്മേ. അതെ അതെ, ഇതേവരെ നാണം മാറാത്ത പ്രായമാണല്ലോ ഈ മണ്ടന്. യാമിനി, ഋതിക മോളെ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി, ഋതിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചേച്ചിയോട് വരാൻ പറഞ്ഞത്. അതെ, അതെനിക്കറിയാലോ. അതിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പ്രതാപ. ഉണ്ണിയെ നിനക്ക് ബോധിച്ചോ? പിന്നെ ഉണ്ണി മിടുക്കനല്ലേ, വിദ്യാഭ്യാസവും വിനയവും എളിമയുള്ള കുട്ടിയല്ലേ. എങ്കിൽ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം, അല്ലേ പ്രതാപ? ചേച്ചി, അത് ഋതിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ചേച്ചിയെയും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആളുകളെ അറിയിക്കാനാണ് ഞാൻ ശരിക്കും ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. ഋതിക മോളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രതാപ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമുണ്ട് ചേച്ചി. ചേച്ചിയുടെ ആഗ്രഹം പോലെ ചേച്ചിയുടെ മകൻ ഉണ്ണിക്ക് എന്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ കഴിയില്ല. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞതാണ്. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഈ വേലക്കാരൻ ചെക്കനെയാണോ ഋതിക മോള് വിവാഹം കഴിച്ചത്? എന്താ അമ്മ ഇത്? ഇത് മദ്യം മാത്രം മിക്സ് ചെയ്ത ജ്യൂസ് അല്ല രാജു, ഞാനിതിലൊരു പച്ചമരുന്ന് കൂടി കലക്കിയിട്ടുണ്ട്. ഇത് നീ കുടിച്ചു കഴിഞ്ഞാ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ തലയുടെ വെളിവങ്ങ് പോകും. പിന്നെ ഒന്നും നിന്റെ കൺട്രോളിൽ നിൽക്കില്ല രാജു. അങ്ങനെ ചെക്കന്റെ വീട്ടിൽ നിന്ന് ആരും വരാതിരിക്കുന്നത് മര്യാദയാണോ ശേഖരൻ സാറേ? ചേച്ചിയുടെ സ്വഭാവവും ചേച്ചിയുടെ പെരുമാറ്റവും ഒക്കെ ഒരു പ്രത്യേക രീതിയില്. ഞങ്ങൾ രണ്ട് ആൺമക്കളെക്കാളും ഒരുപാട് കൊഞ്ചിച്ച അച്ഛനും അമ്മയും ചേച്ചിയെ വളർത്തിയത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞ ദയവ് ചെയ്ത് വേണിട്ടത് കാര്യമാക്കരുത്. ചേച്ചിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ഇവിടേക്ക് വരാതിരിക്കരുത്. രാധമ്മയോട് ഞാൻ നേരിട്ട് വന്ന് എല്ലാ കാര്യവും പറഞ്ഞോളാം. രാജു ഋതികയെ വിവാഹം കഴിച്ചത് സത്യത്തിൽ എനിക്കും യാമിനിക്കും മോക്കും വലിയ സന്തോഷമാണ്. ചേട്ടനെ വിവാഹം അംഗീകരിച്ച പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വേണോട്ടാ. രാജു മിടുക്കന, ഋതുമോളെ അവൻ പൊന്നുപോലെ നോക്കും. ഞങ്ങൾക്ക് അത് മതി. എല്ലാവരും ഋതിക മാഡത്തിന്റെ ഭർത്താവായി രാജുവിനെ അംഗീകരിച്ചു. പക്ഷെ എന്റെ മകന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമല്ല. ആ കാര്യം വർമ്മ സാറിനോട് തുറന്നു പറഞ്ഞ പാവം ഋതിക മാഡം എല്ലാം എന്റെ തെറ്റാ,
കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വളർന്നു വന്ന അവനെ സത്യത്തിന് വിപരീതമായി ഒന്നും ചെയ്യരുന്ന് പഠിപ്പിച്ചത് ഞാനാ. എന്താ വേണോട്ട്? ശേഖരൻ സാർ ഇങ്ങനെ എന്റെ ചേട്ടാന്ന് വിളിക്കില്ലേ? പിന്നെ വേണോട്ടിന് ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറയാതെ ഇങ്ങ് വന്നേ. ശേഖര, ശേഖര, ചെക്കനും പെണ്ണിനുള്ള ജ്യൂസ് എടുക്കാൻ പോയ യാമിനി എവിടെ? അവള് കിച്ചണിലില്ലേ? ഇല്ല. ഞാൻ പോയി നോക്കാം. ആ, അവളാണെന്ന് തോന്നുന്നു. പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. നീ പോയേ അവളെ വിളിച്ചോണ്ട് വാ. ആ, ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ചേച്ചി അവർക്കുള്ള ജ്യൂസ് എടുത്ത് കൊടുക്ക. ഏയ്, അത് ശരിയാവില്ല. അവർക്കുള്ള ജ്യൂസേ യാമിന് തന്നെ കൊടുക്കട്ടെ. അവൾക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷം. ശരി വേണോട്ടാ, ഞാനിപ്പോ വരാം. ശരി. അല്ല, രാജുവിന്റെ അച്ഛൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? വന്നിരിക്കേ. സാരമില്ലേ മാഡം, ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാജുവിന്റെ അച്ഛൻ ജ്യൂസ് കുടിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ദേ, ഒരു ജ്യൂസ് കൊടുക്ക. എടുക്ക, കുടിക്ക. അല്ല, ഭാര്യയും മക്കളൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ല, അയ്യോ, അതെന്താ? അവർക്കൊരു പനിക്കോള്. ആണോ? കഷ്ടായി പോയി. അംബിക മാഡം, ആ, സാറ് വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പ വരാമേ. ആ.